പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു യോഗത്തിൽ പൊതുവെ വിമർശിക്കപ്പെടുക ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ നയങ്ങളുമായിരിക്കും. എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ ഏറ്റവും അധികം വിമർശനങ്ങൾ ഉയർന്നത് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനെതിരെയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരത്തിൽ വിമർശിക്കപ്പെടുന്നത്? ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി എന്താകും? ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറിയത് ഇന്ത്യ സഖ്യമാണ്. ബി.ജെ.പിക്കെതിരെ വിശാലമായ പ്രതിപക്ഷ ഐക്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട ഇന്ത്യ സഖ്യം രാജ്യത്തെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയ ചേരിയായാണ് അവതരിപ്പിക്കപ്പെട്ടത്. ബി.ജെ.പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് എതിർപ്പുള്ള ജനാധിപത്യവാദികളായ ആളുകൾ വലിയ പ്രതീക്ഷയോടെയാണ് ഇന്ത്യ സഖ്യത്തെ നോക്കിക്കണ്ടത്. ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ആണ് ഇന്ത്യ സഖ്യത്തിന്റെ നായകരായത്. എന്നാൽ ഇന്ന് ആ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ തലവേദനയായി കോൺഗ്രസ് മാറുന്നു എന്നാണ് മറ്റ് പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തുന്ന ആക്ഷേപം. വെറും വിമർശനങ്ങൾ മാത്രമല്ല, കോൺഗ്രസിന്റെ സമീപനത്തോടുള്ള എതിർപ്പ് മൂലം DMKയും ആം ആദ്മി പാർട്ടിയും ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിന് പോലും എത്തിയില്ല. DMK ഇപ്പോൾ ഒരു ബി.ജെ.പി കോൺഗ്രസ് ഇതര രാഷ്ട്രീയ സഖ്യം രൂപീകരിക്കാനുള്ള നീക്കത്തിലാണ്. ആം ആദ്മി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ് എന്നിവരുമായി ഇത് സംബന്ധിച്ച് DMK ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ ഉയർന്ന വിമർശനങ്ങൾ വെറും അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന നിലയിൽ തള്ളിക്കളയാനാകില്ല. ഇന്ത്യ സഖ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള സൂചനകൾ തന്നെയാണിത്. ബി.ജെ.പിക്കെതിരെ ഒരുമിച്ച് പോരാടേണ്ട സമയത്ത് സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി കോൺഗ്രസ് സഖ്യകക്ഷികളെ ദുർബലപ്പെടുത്തുകയാണെന്ന ആരോപണമാണ് സമാജ്വാദി പാർട്ടി, RJD മുതൽ ഇടതുപക്ഷം വരെയുള്ള പാർട്ടികൾ വളരെ ശക്തമായി ഉന്നയിച്ചിരിക്കുന്നത്. ഇതേ കാരണത്താൽ തന്നെയാണ് DMKയും ആം ആദ്മി പാർട്ടിയും യോഗത്തിനെത്താതിരുന്നത്. എന്താണ് കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളോട് കാണിക്കുന്നത്? ഡൽഹിയാണ് ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണം. അരവിന്ദ് കെജ്രിവാളിനെതിരായ മദ്യ അഴിമതിയിൽ ആരോപണം ഉന്നയിച്ചതും പ്രതിഷേധിച്ചതും കേസിന് പിന്നാലെ നടന്നതും കോൺഗ്രസ് ആയിരുന്നു. ഡൽഹി ഭരണം പിടിക്കാനായി അരവിന്ദ് കെജ്രിവാളിനെ താഴെയിറക്കാനായിരുന്നു കോൺഗ്രസിന്റെ പദ്ധതി. അഴിമതി വിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞ് അധികാരത്തിൽ വന്ന പാർട്ടിയുടെ വിശ്വാസ്യത അഴിമതി ആരോപണത്തിലൂടെ തകർക്കാനായിരുന്നു കോൺഗ്രസ് ലക്ഷ്യമിട്ടത്. എന്നാൽ കോൺഗ്രസ് ഉയർത്തിയ ആരോപണങ്ങളെ ബി.ജെ.പി മുതലെടുത്തു. അധികാരവും അന്വേഷണ ഏജൻസികളും മാധ്യമങ്ങളും കയ്യിലുള്ള ബി.ജെ.പി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അതിന്റെ രാഷ്ട്രീയ ബലവും ബി.ജെ.പി തന്നെ കൊയ്തു. ഡൽഹിയിൽ ഭരണം പിടിച്ചു. അതിനുള്ള വഴിവെട്ടിയത് കോൺഗ്രസ് ആയിരുന്നു. ഒടുവിൽ കേസുകളിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തി വിചാരണ കോടതി അരവിന്ദ് കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കി. അപ്പോഴേക്കും ബി.ജെ.പി ഡൽഹിയുടെ അധികാരം പിടിച്ചെടുത്തിരുന്നു. उनको लगभग 2 साल तक जेल में रखा गया. पूरा का पूरा फर्जी केस था. हमारे ऊपर कीचड़ फेंका गया. 24 घंटे टीवी चैनलों के ऊपर डिबेट चलते थे, खबरें दिखाई जाती थी केजरीवाल भ्रष्ट है, केजरीवाल भ्रष्ट है. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രതിപക്ഷ ഐക്യം എന്നത് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമല്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗം, പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ കേസുകൾ, സംസ്ഥാന സർക്കാരുകൾക്കെതിരായ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ സംയുക്ത പ്രതിരോധം ആവശ്യമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിലാണ് സഖ്യകക്ഷികൾക്കെതിരെ കോൺഗ്രസ് ഇത്തരം സമീപനം സ്വീകരിക്കുന്നത് എന്ന കടുത്ത വിമർശനം മറ്റു പാർട്ടികൾ ഉയർത്തുന്നത്. ഇനി തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം നോക്കുക. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനവുമില്ലാത്ത കോൺഗ്രസിന് DMKയുടെ കരുണയിലാണ് MLA-മാരെ ലഭിക്കുന്നത്. DMKക്ക് ഭൂരിപക്ഷം ലഭിക്കാതെ വന്നതോടെ അതുവരെ സ്റ്റാലിൻ സഹോദരനാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന രാഹുൽ ഗാന്ധി ഒരു മുന്നറിയിപ്പുമില്ലാതെ വിജയുടെ TVKയിൽ കക്ഷിയാവുകയും ചെയ്തു. TVKയുടെ ദേശീയ രാഷ്ട്രീയ നിലപാടുകൾ പോലും ഈ ഘട്ടത്തിലൊന്നും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്നതുകൂടി ഇതോടൊപ്പം കൂട്ടി വായിക്കണം. ഇനി കേരളത്തിലെ സ്ഥിതി എന്താണ്? കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തിനെതിരെ നടത്തിയ പ്രചാരണമാണ് CPIM ഉയർത്തിക്കാണിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ ജോൺ ബ്രിട്ടാസ് ഉന്നയിച്ച വിമർശനം പ്രധാനമാണ്. ഇടതുപക്ഷവും ബി.ജെ.പിയും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്ന ആരോപണം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ആവർത്തിച്ചിരുന്നുവെന്ന് ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി. ബി.ജെ.പി വിരുദ്ധ ചേരി എന്ന പേരിൽ ഒരു സഖ്യം രൂപീകരിക്കുകയും അതിന്റെ നേതൃസ്ഥാനത്തിരുന്നുകൊണ്ട് സഖ്യകക്ഷികൾക്ക് ബി.ജെ.പി ബന്ധമുണ്ടെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തതാണ് CPIM-നെ ചൊടിപ്പിച്ചത്. നേരത്തെ ആം ആദ്മി പാർട്ടിക്കെതിരെയും കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും സമാന വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി ബി.ജെ.പിയുടെ B ടീമാണെന്ന വിമർശനമാണ് കോൺഗ്രസ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. CPIM മാത്രമല്ല, ഇടതുപക്ഷത്തു നിന്നും CPI-യും കടുത്ത വിമർശനമാണ് ഉയർത്തുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഇടതുപക്ഷം ഇപ്പോൾ യഥാർത്ഥ ഇടതുപക്ഷമല്ല എന്ന പരാമർശത്തെ കടുത്ത ഭാഷയിലാണ് CPI ജനറൽ സെക്രട്ടറി D രാജ വിമർശിച്ചത്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ജനാധിപത്യത്തിന്റെ ഭാഗമാണെങ്കിലും ഒരു ദേശീയ നേതാവ് സഖ്യകക്ഷികളെക്കുറിച്ച് നടത്തുന്ന ഇത്തരം പരാമർശങ്ങൾ രാഷ്ട്രീയ അപക്വതയുടെ പ്രകടനമാണെന്നാണ് D രാജ പറഞ്ഞത്. ബി.ജെ.പിക്കെതിരായ പോരാട്ടത്തിൽ ഒന്നിച്ചു നിൽക്കേണ്ട പാർട്ടികളെ പരസ്പരം സംശയത്തിന്റെ കണ്ണിലൂടെ കാണിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രസ്താവനകളാണിതെന്ന് D രാജ പറഞ്ഞു. ഉത്തരേന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ നേതാക്കളും കോൺഗ്രസിനെതിരെ സമാന ആശങ്കകളാണ് ഉയർത്തുന്നത്. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് DMK അടക്കമുള്ള പ്രധാന കക്ഷികൾ അകന്നു നിൽക്കുന്നത് വലിയ തിരിച്ചടിയാണെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് തുറന്നു പറഞ്ഞു.
പ്രത്യേകിച്ച് DMKയും ആം ആദ്മിയും പോലുള്ള പാർട്ടികളുടെ അകൽച്ച ഇന്ത്യ സഖ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുവെന്നാണ് അഖിലേഷ് യാദവിന്റെ വിലയിരുത്തൽ. വളരെ ഗുരുതരമായ വിമർശനമാണ് RJD നേതാവ് തേജസ്വി യാദവ് ഉയർത്തുന്നത്. ബീഹാറിൽ കോൺഗ്രസിലെയും BJPയിലെയും ചില നേതാക്കൾ തമ്മിൽ പല വിഷയങ്ങളിലും രഹസ്യ ധാരണകളുണ്ടെന്നാണ് തേജസ്വിയുടെ വാദം. ഈ വിഷയം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ പലവട്ടം കൊണ്ടുവന്നിട്ടും കാര്യമായ തിരുത്തൽ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും തേജസ്വി പറയുന്നു. കോൺഗ്രസിന്റെ നടപടികളിൽ സഖ്യകക്ഷികൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു എന്ന ഗുരുതരമായ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു രാഷ്ട്രീയ സഖ്യം വിജയിക്കണമെങ്കിൽ അതിന്റെ നേതൃത്വം മറ്റുള്ള പാർട്ടികളിൽ വിശ്വാസം വളർത്തേണ്ടതാണ്. എന്നാൽ പലപ്പോഴും കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം വിശ്വാസം സൃഷ്ടിക്കുന്നതിന് പകരം സംശയവും അവിശ്വാസവുമാണ് സഖ്യകക്ഷികളിൽ ഉണ്ടാക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും BJPയുമായുള്ള പോരാട്ടത്തെക്കാൾ സഖ്യകക്ഷികളുമായുള്ള പോരാട്ടത്തിനാണ് കോൺഗ്രസ് കൂടുതൽ പ്രാധാന്യം നൽകുന്നുവെന്ന ആരോപണവും നിലനിൽക്കുന്നു. ഈ സംസ്ഥാനങ്ങളിൽ സഖ്യകക്ഷികളെ തോൽപ്പിക്കാനായി അവർക്ക് BJP ബന്ധമുണ്ട് എന്ന ആരോപണമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യ സഖ്യത്തെക്കുറിച്ച് തന്നെ പൊതുജനങ്ങളിൽ സംശയമുണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കൂ. കേരളവും ഡൽഹിയും ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ഇവിടങ്ങളിൽ കോൺഗ്രസ് നേതാക്കളും പാർട്ടി അണികളും BJPക്കെതിരെ നിശബ്ദത പാലിക്കുകയും ഇടതുപക്ഷത്തെയും ആം ആദ്മി പാർട്ടിയെയും കടന്നാക്രമിക്കുകയും ചെയ്തു. ഡൽഹി BJP പിടിച്ചെടുക്കുകയും കേരളത്തിൽ ചരിത്രത്തിലാദ്യമായി 3 സീറ്റ് BJP നേടുകയും ചെയ്തു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയെ നേരിടാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം വിശാലമായ പ്രതിപക്ഷ ഐക്യമാണെന്ന കാര്യത്തിൽ ഭൂരിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ആ ഐക്യം തകർക്കുന്നത് കോൺഗ്രസ് തന്നെയാണെന്ന് കാണാം. BJP വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന പ്രാദേശിക കക്ഷികളാണ് ഒരു പരിധിവരെയെങ്കിലും ഫലപ്രദമായി BJPയെ പ്രതിരോധിക്കുന്നത്. കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളെല്ലാം തന്നെ BJPയിൽ എത്തിക്കഴിഞ്ഞു. രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ ലോക്സഭയിൽ എത്തണമെങ്കിൽ പോലും മുസ്ലിം ലീഗ് അടക്കമുള്ള സഖ്യകക്ഷികളുടെ ശക്തി കേന്ദ്രത്തിൽ കേരളത്തിൽ വന്ന് മത്സരിക്കേണ്ട നിലയിലേക്ക് കോൺഗ്രസ് ദുർബലമായി കഴിഞ്ഞു. പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ദുർബലനാണ് എന്നത് ഒരു വസ്തുത തന്നെയാണ്. രാഹുൽ ഗാന്ധി തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന വോട്ട് ചോരി അടക്കമുള്ള ആരോപണങ്ങളിൽ കാര്യമായ പ്രതിഷേധം നടത്താനോ നിയമ നടപടി സ്വീകരിക്കാനോ രാഹുലിനോ കോൺഗ്രസിനോ കഴിഞ്ഞില്ല. പത്രസമ്മേളനത്തിലും കുറച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും അത് ഒതുങ്ങിപ്പോയി. ഇപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഹുൽ ഗാന്ധി അവിടം സന്ദർശിക്കുകയും വീഡിയോകൾ പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. താഴെത്തട്ടിലുള്ള സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ ഒക്കെ ഈ വിഷയം അറിഞ്ഞിട്ട് പോലുമില്ല. ഭാവി വോട്ടർമാരെയും അവരുടെ കുടുംബങ്ങളെയും ബാധിക്കുന്ന നീറ്റ് CBSE പരീക്ഷാ ചോർച്ച പോലുള്ള വിഷയങ്ങളിലൊക്കെ നോക്കുക. കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പിനെ വിശ്വസിക്കുന്ന അത്രയും ആളുകൾ പോലും കോൺഗ്രസിനെ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. രാജ്യമെമ്പാടുമുള്ള അവശേഷിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന ഏക രാഷ്ട്രീയ പ്രവർത്തനം എന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മാത്രമാണ്. കോൺഗ്രസ് പാർട്ടിയെ പുതിയ ആളുകളിലേക്ക് വളർത്താനോ പശുക്കൊലപാതകങ്ങൾ പോലുള്ള വിഷയങ്ങളിൽ ഗ്രൗണ്ടിൽ പ്രതിരോധം തീർക്കാനോ ഒന്നും കോൺഗ്രസിന് കഴിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ ഐക്യം, അതായത് ഇന്ത്യ സഖ്യം ദുർബലമാകുന്നത് ഏറ്റവും അധികം ബാധിക്കുക കോൺഗ്രസിന് തന്നെയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.